രോഗങ്ങളൊക്കെ കൂടി വരാണ്. രോഗം പിടിപെടാതിരിക്കാൻ നോക്കണം. രോഗപ്രതിരോധ ശേഷി കൂട്ടിയെടുക്കാൻ വേണം. രോഗപ്രതിരോധ ശേഷി കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വൈറ്റമിൻ സി ആണ് കൂടുതൽ കഴിക്കേണ്ടത്. അപ്പോൾ വൈറ്റമിൻ സി നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സിമ്പിളായിട്ട് കഴിക്കാൻ പറ്റുന്നത് നാരങ്ങ ജ്യൂസാണ്. നാരങ്ങ നീരിൽ 2 ചേരുവകൾ കൂടി ചേർത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വൈറ്റമിൻ സി ഡ്രിങ്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുട്ടികൾക്കായിരുന്നാലും മുതിർന്നവർക്കായിരുന്നാലും ഒരുപോലെ കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 4 ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. 1 ഗ്ലാസ് 240 ml ആണ്. ഈ വെള്ളം നമുക്ക് ചൂടാക്കി എടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ 2 ഇഞ്ച് ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. ഇഞ്ചിയുടെ തൊലി കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകി എടുത്തിട്ടാണ് ചേർക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഇതിലോട്ട് നമുക്ക് വേണമെങ്കിൽ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക. ഇപ്പം ചേർക്കണമെന്നില്ല, അല്ലെങ്കിൽ ലാസ്റ്റ് ചേർത്താലും മതി. ഇനി ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ ഇഞ്ചിയിലെ സത്തൊക്കെ വെള്ളത്തിലോട്ട് ഇറങ്ങി വരും. ഇഞ്ചിയിലും നല്ലപോലെ വൈറ്റമിൻ സി ഉണ്ട്. അപ്പോൾ വെള്ളത്തിലും അത് നന്നായിട്ട് പിടിച്ചു വരും. ഇപ്പോൾ വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഞാനിതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടിയിലും നല്ലപോലെ വൈറ്റമിൻ സി ഉണ്ട്. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ ചേർത്താൽ മതി, കൂടിപ്പോകരുത്. കൂടിപ്പോയാൽ ഒരുമാതിരി കവർപ്പ് ടേസ്റ്റ് വരും. അപ്പോൾ ഈ മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം 1 മിനിറ്റ് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം. 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തീ ഓഫ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് അരിച്ചെടുക്കാം. അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഇത് ഇപ്പം വെള്ളമൊക്കെ തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. ഞാനിതിൽ 1/4 നാരങ്ങ പിഴിഞ്ഞൊഴിക്കുകയാണ്. അത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു നാരങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നാരങ്ങയുടെ പുളിപ്പ് അനുസരിച്ചിട്ട് വേണം നാരങ്ങ നീര് ഒഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പുളിപ്പ് കുറവുള്ള നാരങ്ങ നീരാണെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് ചേർത്തതിന് ശേഷം നോക്കിയാൽ മതി. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഒന്ന് കലക്കിയതിന് ശേഷം നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനൊരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പം ഞാൻ പഞ്ചസാര ചേർത്തു. പഞ്ചസാര കഴിക്കാൻ വയ്യാത്തവർക്ക് പഞ്ചസാര ചേർക്കണമെന്നില്ല. അതിന് പകരം ഉപ്പ് ചേർത്താൽ മതി. നമ്മുടെ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള നാരങ്ങ വെള്ളം തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എല്ലാ ദിവസവും കുടിക്കാം, കുട്ടികൾക്കും കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ നോട്ടിഫിക്കേഷൻ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.